ಎಸ್ವೈಎಸ್ ಕೊಡಗು ಜಿಲ್ಲಾ ಸಮಿತಿ ವತಿಯಿಂದ ಕೊಂಡಂಗೇರಿಯಲ್ಲಿ ಏರ್ಪಡಿಸಿದ್ದ ಇಗ್ನೈಟ್ ಮೀಟ್ ಲೀಡರ್ಸ್ ಕ್ಯಾಂಪ್ ಕಾರ್ಯಕ್ರಮ ಯಶಸ್ವಿಯಾಗಿ ನಡೆಯಿತು. ಕೊಂಡಂಗೇರಿಯ ಶಾದಿ ಮಹಲ್ ಸಭಾಂಗಣದಲ್ಲಿ ಎಸ್ವೈಎಸ್ ಕೊಡಗು ಜಿಲ್ಲಾಧ್ಯಕ್ಷರಾದ ಮುನೀರ್ ಮಹಜರಿ ಅವರ ಅಧ್ಯಕ್ಷತೆಯಲ್ಲಿ ನಡೆದ ಕಾರ್ಯಕ್ರಮವನ್ನು ಎಸ್ವೈಎಸ್ ರಾಜ್ಯ ಸಮಿತಿಯ ನೇತಾರ ಅಹಮದ್ ಮದನಿ ಉದ್ಘಾಟಿಸಿದರು. ಎಸ್ವೈಎಸ್ ರಾಜ್ಯಾಧ್ಯಕ್ಷರಾದ ಬಶೀರ್ ಸಹದಿ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಪಾಲ್ಗೊಂಡು ಮಾತನಾಡಿ, ಸಂಘಟನೆಯಿಂದ ಆಗುವ ಪ್ರಯೋಜನ ಮತ್ತು ಕೊಡಗು ಜಿಲ್ಲಾ ಸಮಿತಿ ಏರ್ಪಡಿಸಿರುವ ಇಗ್ನೈಟ್ ಮೀಟ್ ಕಾರ್ಯಕ್ರಮ ನಿಜಕ್ಕೂ ಶ್ಲಾಘನೀಯವಾದದ್ದು ಎಂದರು. ಜಾರಿಗೆ ತಂದಿರು ಜಗತ್ತು ಕಂಡ ಅತ್ಯಂತ ಉತ್ತಮ ಆಡಳಿತಗಾರ ಸೈಯದ್ನ ಉಮರ್ ಇಬ್ನ್ ಖತ್ತಾಬ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅವರಾಗಿರುತ್ತಾರೆ. ಆದ್ದರಿಂದಲೇ ಪ್ರೀತಿಯ ನಾಯಕರುಗಳೇ, ನಾವೆಲ್ಲರೂ ನಮ್ಮ ಜಿಲ್ಲೆಗಳಲ್ಲಿಯೂ ಹಾಗೂ ನಮ್ಮ ಝೋನ್ಗಳಲ್ಲಿಯೂ ಸರ್ಕಲ್ಗಳಲ್ಲಿಯೂ ಯೂನಿಟ್ಗಳಲ್ಲಿಯೂ ಸಕ್ರಿಯವಾಗಿ ಕಾರ್ಯವನ್ನು ನಿರ್ವಹಿಸಿ ಸುನ್ನತ್ ಜಮಾಅತಿನ ಕಾರ್ಯವನ್ನು ನಾವು ಎಲ್ಲ ರೀತಿಯಲ್ಲಿ ಸಜೀವಗೊಳಿಸಿ ನಾವು ಉತ್ತಮ ಕಾರ್ಯಕರ್ತನಾಗಿ ಬೆಳೆಯಲು ಇಂತಹ ಶಿಬಿರದಿಂದ ಸಾಧ್ಯವಾಗಲಿ ಎಂದು ಹಾರೈಸುತ್ತಾ, ಅಊದು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶೈತಾನಿರ್ ರಜೀಮ್, ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್, ವಲ್ಲದೀನ ಜಾಹದು ಫೀನಾ ಲನಹದಿಯನ್ನಹುಂ ಸುಬುಲನಾ. ಈ ಒಂದು ವಿಶುದ್ಧ ಕುರ್ಆನ್ ವಾಕ್ಯದೊಂದಿಗೆ ಈ ಒಂದು ಸಮಾರಂಭವನ್ನು ಉದ್ಘಾಟಿಸಿ ಎಸ್ವೈಎಸ್ ರಾಜ್ಯ ಸಮಿತಿ ಉಪಾಧ್ಯಕ್ಷ ಸೈಯದ್ ಇಲಿಯಾಸ್ ಅಲ್ ಐದ್ರೂಸಿ ತಂಗಳ್ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಶುಭ ಹಾರೈಸಿ ಮಾತನಾಡಿದರು. ಬಳಿಕ ನಡೆದ ತರಗತಿಗೆ ಜಿಎಂ ಮೊಹಮ್ಮದ್ ಕಾಮಿಲ್ ಸಕಾಫಿ ಮತ್ತು ರಶೀದ್ ಮಾಸ್ಟರ್ ನರಿಕೋಡ್ ನೇತೃತ್ವ ನೀಡಿ ಸಂಘಟನೆ ಮತ್ತು ಅದರ ಮಹತ್ವದ കുറിತು ಉಪನ್ಯಾಸ നീടിದರು. നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചു തന്ന ഈ സുന്നത്ത് ജമാഅത്തിനെ ഇത് നല്ല രൂപത്തിൽ ഇതിനെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ബാധ്യതയാണ്. യൂണിറ്റിൽ പ്രവർത്തിക്കുന്നവർ യൂണിറ്റ് സജ്ജമാക്കേണ്ടതുണ്ട്, സർക്കിളിൽ പ്രവർത്തിക്കുന്നവർ സർക്കിൾ സജ്ജമാക്കേണ്ടതുണ്ട്, സോണിൽ പ്രവർത്തിക്കുന്നവർ സോൺ സജ്ജമാക്കേണ്ടതുണ്ട്. ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നൊരു ബോധത്തോടുകൂടി പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് 2 വർഷം പൂർത്തിയാകുമ്പോഴേക്ക് ജില്ലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ വലിയൊരു മാറ്റങ്ങൾക്ക് തിരികൊളുത്താൻ നമുക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തിരിപ്പിക്കുകയല്ല, അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുന്നത്, നേരത്തെ അംജദ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാൽ ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുക. അംഗീകരിക്കുന്നത് ഞാൻ സൂചിപ്പിക്കാം, സ്റ്റേറ്റ് കമ്മിറ്റി എന്ത് വിഷയം ഉപദേശം തരുന്നുണ്ടോ അതിനെ ചോദ്യം ചെയ്യാതെ അപ്പടി നടപ്പിലാക്കുക എന്നതാണ് ജില്ലാ കമ്മിറ്റി ഉത്തരവാദിത്വം. ജില്ലാ കമ്മിറ്റി നൽകുന്നത് അത് സോൺ കമ്മിറ്റി നടപ്പിലാക്കണം, സോണിന്റെ നിർദ്ദേശം സർക്കിൾ നടപ്പിലാക്കണം, സർക്കിളിന്റെ നിർദ്ദേശം യൂണിറ്റ് നടപ്പിലാക്കണം. ഇതെന്താ ഞങ്ങളിപ്പോൾ നടത്തുന്നില്ല, അത് പറയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം നമ്മളെ ഭാഗത്തുണ്ടായാൽ അവരൊരിക്കലും സംഘടനാ നേതൃത്വത്തിന് പറ്റില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചത്. ഞങ്ങൾ സ്റ്റേറ്റ് എസ്വൈഎസിന്റെ ക്യാബിനറ്റ് 2 ദിവസം യാത്രയിലായി സമുന്നതരായ ഹയാത്തുള്ള മഹാന്മാരായ ഉസ്താദുമാരെയും വഫാത്തായ നമ്മുടെ വിദ്യാർത്ഥികളായ മഹത്തുക്കളെയും സന്ദർശിച്ചിട്ടുള്ള ക്യാബിനറ്റ് മീറ്റിംഗ്. ആ കൂട്ടത്തിൽ സുൽത്താനുലമയും റഈസുലുലമയും ബദർ സാദാത്ത് അടക്കമുള്ള മഹാന്മാരെ സന്ദർശിച്ചു, വഫാത്തായ മഹാന്മാരെ സന്ദർശിച്ചു. അപ്പൊ ആ കൂട്ടത്തിൽ ഞങ്ങൾ രാത്രി ബഹുമാനമായ കേരള സ്റ്റേറ്റ് എസ്വൈഎസ് ക്യാബിനറ്റുമായിട്ട് ಆ ಯುವಕರನ್ನ ಸರ್ವ ರೀತಿಯಲ್ಲೂ ಸಂಶುದ್ಧಗೊಳಿಸಲಿಕ್ಕೆ, ಅವರಿಗೆ ಸಂಸ್ಕೃತಿಯ ಪಾಠವನ್ನು ಹೇಳಿಕೊಡಲಿಕ್ಕೆ ಬೇಕಾಗಿರುವಂತಹ ಸಂಘಟನೆಗಳಿದ್ದರೂ ಆ ಸಂಘಟನೆಗಳಿಂದ ನವತಲೆಮಾರು ದೂರವಾಗುತ್ತಾ ಇರುವಂತಹ ಪರಿಸ್ಥಿತಿಯನ್ನು ನಾವು ಕಾಣಬಹುದು. ಹಿಂದಿಗೆ ಹೋಲಿಸಿದರೆ ಇವತ್ತು ಬಹಳಷ್ಟು ಯುವಕರು, ಅದೇ ರೀತಿಯಲ್ಲಿ ಬಹಳಷ್ಟು ಮಂದಿ ಸಂಘಟನೆಯಿಂದ ದೂರ ಉಳಿದಿರುವಂತಹ ಒಂದು ಪ್ರಸಂಗವನ್ನು ನಾವು ಕಾಣಬಹುದು. ಇದಕ್ಕೆಲ್ಲವೂ ಕೂಡ ಪರಿಹಾರವನ್ನು ನಮ್ಮ ಸಾಂಘಿಕ ಚಟುವಟಿಕೆಗಳ ಮೂಲಕ, ಅದೇ ರೀತಿಯಲ್ಲಿ ಇಂತಹ ಕ್ಯಾಂಪ್ಗಳ ಮೂಲಕ ನಾವು ಕಂಡುಕೊಳ್ಳಬೇಕಾಗಿರುವಂಥದ್ದು, ಸಮಸ್ಯೆಗಳಿಗೆ ಪರಿಹಾರವನ್ನು ಕಂಡುಕೊಳ್ಳಬೇಕಾಗಿರುವಂತಹ ಅನಿವಾರ್ಯತೆ ಇದೆ. കൊടക് ജില്ലയിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ വളരെയധികമുള്ള പ്രദേശമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ദീൻ, അത് ദഅവത്ത് ചെയ്യാൻ ഓരോ കാലത്തും
ഒരു സംഘത്തെ അള്ളാഹു തിരഞ്ഞെടുക്കുന്നത്. അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പ്രത്യേകത എന്താണ്? ലാ യദുറുഹും മൻ ഖാലഫഹും ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന ലക ഹത്താ യഅതിയ അംറുല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ലാ യദുറുഹും മൻ ഖാലഫഹും, അവരുടെ ഐഡന്റിറ്റി എന്നത്, അവരുടെ പ്രത്യേകത, അവർക്ക് എതിർപ്പ് പ്രശ്നമല്ലാതെ പ്രതികൂല കാലാവസ്ഥകളും പ്രതികൂല സാഹചര്യങ്ങളും ഒന്നും അവരുടെ ഈ ഒരു യാത്രയെ, അവരുടെ മുന്നോട്ടുള്ള ഗമനത്തെ അത് തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരാൾ ഒരെണ്ണം പ്രവർത്തിച്ചു, ഒരാൾ 3 എണ്ണം പ്രവർത്തിച്ചു. നമ്മുടെ കമ്മിറ്റി അവർക്ക് അറിഞ്ഞത് 5 പ്രവർത്തിച്ചതിൽ 4 എണ്ണം അവർക്ക് അറിഞ്ഞിട്ടുണ്ട്. ഇന്ന ആള് 4 എണ്ണം പ്രവർത്തിച്ചിട്ടുണ്ട്. 5 എണ്ണം പ്രവർത്തിച്ച് ഒന്നും അവർക്കറിയില്ല. 8 പ്രവർത്തിച്ചതിൽ 2 എണ്ണം മാത്രം ഓർക്കറിയും, 6 ഓർക്കറിയില്ല. മറ്റൊരാൾക്ക് 1 പ്രവർത്തിച്ചത് ഓർക്കറിയും. 3 പ്രവർത്തിച്ച ഒരാള് 2 മാത്രം അറിയും. ഓർ സമ്മാനാക്കും കമ്മിറ്റി. ആർക്കറിയോ? 4 പ്രവർത്തിച്ച ആൾ സമ്മാനാക്കുന്നു. അപ്പൊ ആർക്ക് മനസ്സിലായാലും 8 പ്രവർത്തിച്ച ആൾക്ക് കഴിയാറാണ്. കാരണം അവർക്ക് അറിഞ്ഞതെന്താണ്? ആ പേര് നാം മഴ പെയ്യാത്തതും അവന് വിദ്യതല്ലുക, ನನಗೆ സമ്മാന പാടില്ല. അള്ളാഹുവിന്റെ നേതൃത്വത്തോടൊപ്പം നമുക്ക് നാളെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രമേ ദുആ ചെയ്ത് എന്റെ പ്രിയപ്പെട്ട കൊടക് ജില്ലക്കാരനോട് ഒന്നുകൂടി പറയട്ടെ, കൊടക് ജില്ല സ്വയംസേവക നേതാക്കളോട് സജീവമുള്ള യൂണിറ്റിനെക്കാളും ഒന്നുകൂടി കൂടുതൽ വ്യാപിച്ച് ഒരു ടാർഗറ്റ് വെച്ച് ഇവിടെ നേരത്തെ ഒരു ഫോമൊക്കെ വായിച്ചിരുന്നു. അൽഹംദുലില്ലാഹ് അതൊക്കെ കണ്ടപ്പോൾ പണ്ട് കാലത്ത് ഉസ്താദുമാർ തരുന്നുണ്ടായിരുന്നു. ദർസിലേക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ഇടണം, 100 സ്കെച്ചിട്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാർട്ട് തരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അങ്ങനത്തെ ഒരു ചാർട്ടാണ്. അത് വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, ഓരോ സ്ഥലത്ത് നടന്ന മെമ്പർമാർ എത്രയുണ്ട്, വെയിറ്റ് ഇടണം, എന്താ കാരണങ്ങൾ, അതൊക്കെ എത്ര യൂണിറ്റ് എത്ര മീറ്റിങ്ങിന് വന്നു, 3 മീറ്റിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ വലിയ സംഗതികൾ, ഏത് സംഗതികൾക്കും പുതിയതായിട്ടുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയാണ് പൊതുവേ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു റൂമും സാധാരണ കിടന്നുറങ്ങുന്ന ബെഡ്റൂം, എപ്പോഴും കിടന്നുറങ്ങുന്ന ബെഡ്റൂം ಮಕಾಂ ಜಿಯಾರತ್ಗೆ ಕೊಂಡಂಗೇರಿ ಜುಮಾ ಮಸೀದಿಯ ಖತೀಬರಾದ ಹಾಫೀಜ್ ಆಸಿಫ್ ಸಕಾಫಿ ನೇತೃತ್ವ ನೀಡಿದರು. ಈ ಸಂದರ್ಭ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ತಕ್ಕ ಮುಖ್ಯಸ್ಥರಾದ ಕುಂಜ ಅಹಮದ್ ಮುಸ್ಲಿಯಾರ್, ಕೊಂಡಂಗೇರಿ ಸುನ್ನಿ ಮುಸ್ಲಿಂ ಜಮಾತ್ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಪಿಇ ಶಾದುಲಿ, ಮುಸ್ಲಿಂ ಜಮಾತ್ನ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಮೊಹಮ್ಮದ್ ಹಾಜಿ, ಕೋಶಾಧಿಕಾರಿ ಕರೀಂ ಹಾಜಿ, ಎಸ್ವೈಎಸ್ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಯಾಕೂಬ್ ಮಾಸ್ಟರ್, ಕೋಶಾಧಿಕಾರಿ ಶರೀಫ್ ಮಾಸ್ಟರ್, ಎಸ್ಎಸ್ಎಫ್ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಜುನೈದ್, ಎಸ್ವೈಎಸ್ ಜಿಲ್ಲಾ ಸಮಿತಿಯ ಪದಾಧಿಕಾರಿಗಳು, ಝೋನ್ ಸಮಿತಿಯ ಪದಾಧಿಕಾರಿಗಳು ಹಾಗೂ ಯೂನಿಟ್ ಸಮಿತಿಯ ಪಿಎಚ್ಟಿಗಳು ಪಾಲ್ಗೊಂಡಿದ್ದರು. ಕೊಡಗು ಚಾನಲ್ ನ್ಯೂಸ್, ಜಕರಿಯಾ ನಾಪಕ್ಲೋ.